الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതം എപ്രകാരം അല്ലാഹുവിന് സമർപ്പിക്കുകയും അവന് യഥാവിധി തഖ്വ ചെയ്തുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാനും ജീവിതത്തിലുടനീളം തിരിച്ചു പോകേണ്ട മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഏറ്റവും കൂടുതലായി നാം ഓരോരുത്തരും നിലനിർത്തുകയും ഏതൊരു സന്ദർഭത്തിലാണോ നമ്മൾ ഓരോരുത്തരും ആ മരണത്തിലേക്ക് വിളിക്കപ്പെടുകയും ചെന്നെത്തപ്പെടുകയും ചെയ്യുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമവും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നാം ഓരോരുത്തരും മുസ്ലിങ്ങളാണ്. നാം ഇസ്ലാമാകുന്ന ഈ മതത്തെ സ്വീകരിച്ചത് കുറേ ആളുകൾ ഇസ്ലാമിൽ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, കുറേ ആളുകൾ ഹൈന്ദവരായതുകൊണ്ട്, അല്ലെങ്കിൽ കുറേ ആളുകൾ ക്രിസ്ത്യാനികളായി ക്രൈസ്തവ മതം സ്വീകരിച്ചത് കൊണ്ട്, അങ്ങനെ വിവിധങ്ങളായ മതങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് നമുക്ക് കുറച്ച് ആളുകൾക്ക് ഇസ്ലാം സ്വീകരിച്ച് കളയാം എന്ന് വിചാരിച്ച് സ്വീകരിച്ചവരല്ലല്ലോ നമ്മളാരും. ഇനി ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മുസൽമാനായി എന്ന് പറയേണ്ടവരുമല്ല ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയവർ, അങ്ങനെ പറയുന്നവരുമാകാൻ സാധ്യതയില്ല. നേരെ മറിച്ച് ഇസ്ലാം മനുഷ്യാരംഭം മുതൽ അല്ലാഹുവിന്റെ അരികിൽ നിന്ന് വരപ്പെട്ടിരിക്കുന്ന ഹുദയാണ്. ആ സന്മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് ആര് ജീവിക്കുന്നുവോ അവർ മാത്രമാണ് മരണാനന്തര ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുക. അവന്റെ ഹുദയെ ആര് കൈവിട്ട് കളയുകയും അതിൻ്റെ നേർക്ക് ആര് ധാർഷ്ട്യം കൈക്കൊള്ളുകയും ചെയ്യുന്നുവോ തീർച്ചയായും അവർ നഷ്ടകാരികളിൽ പെടുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ അല്ലെങ്കിൽ വിശുദ്ധ വേദഗ്രന്ഥങ്ങളെല്ലാം അതാത് കാലങ്ങളിൽ മനുഷ്യനെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും
അന്തിമ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ അത് നമ്മെ വിവിധ ഇടങ്ങളിൽ വ്യക്തമാക്കി തരികയും ചെയ്തത് കൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങളായത്. അപ്പോൾ ഇസ്ലാമിനെ നമ്മൾ സ്വീകരിച്ചുവെങ്കിൽ, മുസ്ലിങ്ങളായിട്ടാണ് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ, അതിൻ്റെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാകുന്ന ഈമാനിനെയാണ് നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത് എങ്കിൽ, വിശ്വാസികളായ നമ്മൾ ആ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടന്നു വരണം. അല്ലാഹു തആലയുടെ താല്പര്യമാണ്, അവന്റെ അറിയിപ്പാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് ഓതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ അൽ ബഖറയിലെ 208-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായും നിങ്ങൾ ഈ സമാധാനത്തിലേക്ക്, സമർപ്പണത്തിലേക്ക്, ഇസ്ലാമിലേക്ക്, ഇങ്ങനെയൊക്കെയാണ് മുഫസ്സിറുകൾ അർത്ഥം പറയുന്നത്. സിൽമ് എന്ന പദത്തിന് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി അവർ വിവർത്തനം ചെയ്തിരിക്കുന്ന ചില പദങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. സമാധാനത്തിലേക്ക് പൂർണ്ണമായും നിങ്ങൾ പ്രവേശിക്കുക, സമർപ്പണത്തിലേക്ക്. ഇസ്ലാം സമർപ്പണമാണ്, നമുക്കറിയാം. ആ സമർപ്പണത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കുക. ചില ആളുകൾ അതിനെ പരിഭാഷപ്പെടുത്താതെ ഇസ്ലാം എന്ന് തന്നെ പറഞ്ഞു. ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കുക, മുഴുവനായി. നമുക്കറിയാം, ഞാനത് പലപ്പോഴും എല്ലാ ഖത്തീബുമാരും എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതെങ്ങനെയാണ് എന്നതിന്റെ രൂപക്രമം പഠിപ്പിച്ച മഹാനായ ഒരു പ്രവാചകനെയായിട്ടാണ് ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പരിചയപ്പെടുത്തിയത്. ഞാൻ അവിടെ കൊന്നും പോകുന്നില്ല. നമുക്ക് എങ്ങനെയാണ് ഇപ്പോഴത്തെ സത്യത്തിൽ നമ്മളാകുന്ന മുസ്ലിങ്ങൾ, സമകാലിക ലോകത്ത്, വർത്തമാനകാല ലോകത്ത് നമ്മളാകുന്ന മുസ്ലിങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയ ഒരു ഉത്തരം, 5 നേരം നമസ്കരിക്കുന്ന ഒരാൾക്ക് നമസ്കാരം നിലനിർത്താത്തവനോട് പുച്ഛമാണ്. അവൻ നമസ്കരിക്കുക പോലുമില്ല എന്ന് 5 നേരം നമസ്കരിക്കുന്നവൻ അവന്റെ നമസ്കാരത്തെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പറയും. 5 നേരവും ജമാഅത്തിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 5 നേരം നമസ്കരിക്കുന്ന ഒരാളെ ചൂണ്ടിയിട്ട് പറയും അവൻ ജമാഅത്തിന് പോകില്ല. അപ്പൊ അവന്റെ ജമാഅത്തിന് അവൻ പ്രൊജക്റ്റ് ചെയ്യും. 5 നേരം നമസ്കാരത്തിന്റെയോ അല്ലെങ്കിൽ റവാത്തിബിന്റെ സുന്നത്തുകൾ ചെയ്യുന്ന ഒരാള് 5 നേരവും ജമാഅത്തിന് വരുന്ന ഒരാളെ ചൂണ്ടിയിട്ട് പറയും അവൻ റവാത്തിബിന്റെ സുന്നത്ത് പോലും നമസ്കരിക്കില്ല. ഇങ്ങനെ നമ്മൾ ഏതൊരു തലത്തിലാണോ, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, അവിടെയാണ് നമ്മൾ ഇസ്ലാമിനെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇനി നമസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ കൃത്യതയുള്ള ഒരാൾ പറയും കൃത്യമായി പള്ളിയിൽ ജമാഅത്തിനൊക്കെ വരും, പക്ഷെ സാമ്പത്തികരൊക്കെ വളരെ മോശം അല്ലെ. എത്രയോ പേരെ കുറിച്ച് പറയും. ഇത് രണ്ടും ചെയ്യുന്ന ആള് പറയും എന്നാലും ഒരു സുന്നത്തായ നോമ്പെടുക്കൂല. അപ്പൊ ഇങ്ങനെ നമുക്കെന്താണോ ഉള്ളത് ആ ഉള്ളത് വൃത്തത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ പ്രൊജക്റ്റ് ചെയ്യരുത്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു ജീവിത സംഹിതയാണ് എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, അതിനപ്പുറവും പറയണം. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി. ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ മാത്രം പോലും, ഇസ്ലാം അനുസരിച്ച് മരിക്കാൻ വേണം. അങ്ങനെ മരിക്കാൻ കഴിയാത്തവരെ കുറിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. റസൂൽ പറയുന്നുണ്ട്, ഒരാള് ജീവിതത്തിൽ സൽക്രമങ്ങൾ ചെയ്തിട്ട് മരണസമയത്ത് അയാളുടെ ഹാത്മത്ത്, അയാളുടെ അവസാനം നഷ്ടകാരികളിൽ പെട്ടു പോകുന്ന മനുഷ്യന്മാര്. എന്നാൽ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യാത്ത, ജീവിതത്തിൽ അങ്ങനെ കാര്യമായിട്ടൊരു നന്മ ചെയ്യാത്ത ചില മനുഷ്യന്മാരുണ്ട്. മരണ സമയത്ത് അവർക്ക് ഇസ്ലാമായിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെടാൻ സാധിക്കുന്ന സൗഭാഗ്യം ലഭിക്കുന്നു. ജീവിത പദ്ധതി എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് മരണം വരെയും, മരണാനന്തരമാണ് നമുക്ക് ഈ ജീവിതത്തിന്റെ, ഇസ്ലാമാകുന്ന ഈ ജീവിതത്തിന്റെ
പ്രതിഫലം വാങ്ങാനുള്ളത്. അപ്പം മരണം വരെ നമുക്ക് കാത്തു സൂക്ഷിക്കാനുള്ള തത്വസംഹിതകൾ പഠിപ്പിക്കപ്പെട്ട നിയമസംഹിതകളാൽ ഉൾച്ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു മഹാവേദഗ്രന്ഥത്തിന്റെയും ആ വേദഗ്രന്ഥത്തിന്റെ 100% മാതൃകയോടുകൂടി ജീവിച്ചു പോയ മഹോന്നതനായ ഒരു പ്രവാചകന്റെയും സത്യദീനിനെയാണ് ഞാൻ നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ ഉൾക്കൊണ്ട് നമ്മളൊന്ന് ആലോചിക്കുക. ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ചിലപ്പോഴൊക്കെ ചില വിഷയങ്ങൾ നിങ്ങളോട് പറയാറ്. നമ്മൾ സത്യത്തിൽ നമുക്ക് താല്പര്യമുള്ള ഒരു ദീനിലല്ലേ? അല്ലാഹു തആല നമ്മളോട് പറഞ്ഞ ഒരു ദീനിലാണോ? അവൻ നമ്മളോട് കൽപ്പിച്ച വിശുദ്ധ ഖുർആൻ നമ്മളുടെ മുന്നിൽ വെക്കുന്ന ഒരു തത്വസംഹിതയിലും ആദർശത്തിലുമാണോ? നമുക്ക് നാളെ തീർച്ചയായും റബ്ബിന്റെ മുന്നിൽ ഉറപ്പായി നമുക്ക് പ്രതിഫലത്തെ കണ്ടുമുട്ടാൻ കഴിയുന്ന ഒരു ഇസ്ലാമിനെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആശ്വസിക്കാൻ, അങ്ങനെ സമാധാനിക്കാൻ എന്റെ കഴിവിൻ പരമാവധി ഫത്തഖുല്ലാഹ മസ്തതഅതും എന്ന് ഖുർആൻ സൂറത്തു തആബുനിൽ പറയുന്നത് പോലെ സാധ്യമാകുന്ന എന്റെ കഴിവിൻ പരമാവധി ഞാൻ എന്റെ റബ്ബിനെ തഖ്വ ചെയ്തിട്ടാണ്, അവനെ ഞാൻ സൂക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നത്. വെറുതെ നമ്മളൊന്ന് ചിന്തിക്കുക. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ വഖഫ് പറഞ്ഞു, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കുടുംബം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ തുടർ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോരുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ പറയപ്പെടുന്ന ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കയറി ഇറങ്ങി പോകുന്ന ഇടങ്ങളിലൊക്കെ ഇസ്ലാമിന് നിർദ്ദേശമുണ്ട്. നാട് അത് ലിബറലിസത്തിലേക്ക് പോകുന്നു. ആൺപെൺ വ്യത്യാസം എന്ന് പറയുന്നതിന്റെ അതിർവരമ്പുകൾ അത് അപ്രായോഗികമോ അല്ലെങ്കിൽ അത് അനാവശ്യമോ അല്ലെങ്കിൽ അത് തീർച്ചയായും ഒരു പ്രാകൃതമോ ആണ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പോകുമ്പോഴും ഇസ്ലാം മുഹറമാത്തുകളെ ആ നിലയിൽ കാണുകയും മുഹറമാത്തുകളല്ലാത്തവരെ ആ നിലയിൽ കാണുകയും ചെയ്ത ഇസ്ലാമിന്റെ പ്രമാണം നമ്മുടെ മുന്നിൽ നിൽക്കുക. നമ്മുടെ മക്കൾ വേറെ ലൈനിലൂടെ അങ്ങനെ പോകുക അല്ലെ? നിങ്ങൾ ആലോചിച്ച് വസ്ത്രധാരണ രീതിയിൽ വരുന്ന മാറ്റം, വസ്ത്രധാരണ രീതിയിൽ വരുന്ന മാറ്റം, ആൺപെൺ വ്യത്യാസമില്ലാത്ത രൂപത്തിലേക്ക് വസ്ത്രധാരണ രീതിയിൽ വരുന്ന മാറ്റം, ഇസ്ലാമിന് അതിൻ്റെതായ നിർദ്ദേശങ്ങൾ അത് എന്നും നിലനിൽക്കാൻ വേണ്ടിയുള്ളതായിട്ട് അല്ലാഹു തആല സംരക്ഷിച്ചു നിർത്തിയേക്കാം. നമ്മൾ വേറൊരു വഴിയിലൂടെ പോവുകയാണ്. അതാണ് ഖുർആൻ ആയത്തിന്റെ 2ാമത്തെ പാർട്ടായി പറഞ്ഞത്, വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ. നിങ്ങളുടെ ശത്രുവായിട്ട് അല്ലാഹു തആല നിശ്ചയിച്ച ശൈത്വാനിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. 2 മാർഗങ്ങളേ ഉള്ളൂ ലോകത്ത്. ഒന്ന് ദൈവീകമായ അള്ളാഹുവിന്റെ മാർഗമാണ്, മറ്റൊന്ന് അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവനോട് ധിക്കാരം കാണിച്ചുകൊണ്ട് അഹന്ത കാണിച്ചുകൊണ്ട് അഹംഭാവം കാണിച്ചുകൊണ്ട് വഴിപിഴപ്പിക്കുമെന്ന് പറഞ്ഞ ശൈത്വാനിയത്തിന്റെ മാർഗം. അള്ളാഹുവിന്റെ മാർഗം നമുക്ക് സ്വീകരിക്കണം എന്ന് നിഷ്കർഷയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറച്ചുകൂടി മാതൃകയോടുകൂടിയും കുറച്ചുകൂടി നന്നായും മുന്നോട്ട് പോകാൻ കഴിയില്ലേ? നമ്മുടെ മക്കളിൽ നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി ഇടപെടേണ്ടതുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും തോന്നുന്നില്ലേ? എനിക്കുണ്ട് മക്കൾ, ഞാനതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും പറഞ്ഞത്. നമ്മളെ മക്കളും കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് കുറച്ചുകൂടി ഒന്നുകൂടി ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ എനിക്ക് ഇടപെടേണ്ട ഉത്തരവാദിത്വമില്ലേ? അങ്ങനെ ഇടപെടാതെ അത് അവരുടേതായ ഒരു ലോകത്തും കാലത്തെ പഴിക്കാൻ പാടില്ല. അത് വേറെ വിഷയം. നമ്മളങ്ങനെയാണ്, കാലം അങ്ങനെയാണെന്ന് പറയും. കാലമല്ലയാണ്, കാലത്തിനല്ല കുഴപ്പം. ഏതൊരു കാലത്ത് ജീവിക്കേണ്ട ആളുകളിലും ഉണ്ടാകേണ്ട ഈമാനിനും അമലുസ്വാലിഹാത്തിനും വളരെ ക്ലിയറാണ് കാര്യം. പരസ്പരം ഹക്ക് കൊണ്ട് അല്ലാഹുവിന്റെ സത്യദർശനം കൊണ്ടുള്ള ഉപദേശങ്ങളും അത് അനിഷ്ടകരമാകും, മക്കൾക്ക് അനിഷ്ടകരമാകും, സംശയമില്ല. ഇണയോട് പറയുമ്പോൾ ഇണയ്ക്കും അനിഷ്ടകരമാകും, കുടുംബത്തിൽ പറയുമ്പോൾ കുടുംബക്കാർക്കും വരും. അല്ല, അങ്ങനെയൊക്കെയാണ്. അതിലൊക്കെ ക്ഷമിക്കണം. കാലത്തിനല്ല കുഴപ്പം.
കാലം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ആ കാലത്തിനല്ല നമുക്ക് ഏതൊരു കാലത്തിൽ ജീവിക്കുന്ന നമുക്കും നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളും നമ്മളിലായിട്ട് അല്ലാഹു തആല അമാനത്തായി നൽകിയിരിക്കുന്ന ഈ ദീനിനോടുള്ള ഗുണകാംക്ഷയും നിലനിർത്താൻ ഞാനും നിങ്ങളും സന്നദ്ധമാണോ എന്നതാണ് വിഷയം. സന്നദ്ധമാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് ഈ വേദഗ്രന്ഥം പറയുന്നതിന്റെ പാർട്ട് സ്വീകരിക്കുക, മറ്റൊരു പാർട്ടിനെ നമുക്ക് തള്ളിക്കളയുക, അവിശ്വസിക്കുക കഴിയില്ല. അങ്ങനെ ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. വേദഗ്രന്ഥത്തിന്റെ ചില ഭാഗങ്ങൾ സ്വീകരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമസ്കരിക്കുന്നവൻ ഞാൻ നമസ്കരിക്കുന്നവനാണ് എന്നതിന്റെ ഒരു പ്രൗഢിയിലാണ്. അവൻ ജമാഅത്തിന് പോകുന്നില്ല. ജമാഅത്തിന് പോകുന്നവൻ ഞാൻ ജമാഅത്തിന് പോകുന്നു എന്ന പ്രൗഢിയിലാണ്. അവന് റവാത്തിബിന്റെ സുന്നത്തില്ലാത്തതിനെ കുറിച്ചാണ് സുന്നത്ത് നിസ്കരിക്കുന്നവനുള്ള വേവലാതിയും ആവലാതിയും. അങ്ങനെയല്ല, അള്ളാഹ് എന്താണോ നമ്മളോട് പറഞ്ഞത് അത് അള്ളാഹുവിന്റെ പറച്ചിലാണ്, അവന്റെ കലാമാണ്, അവന്റെ നമ്മളോടുള്ള നിർദ്ദേശമാണ്. പൂർണ്ണമായും അതിൽ വിശ്വാസം അർപ്പിക്കുക. അല്ല അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ്, വേദഗ്രന്ഥത്തിന്റെ ചിലതിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുകയും വതക്ഫുറൂന ബിബഅദ്, അതിന്റെ വേറൊരു ഭാഗത്ത് നിങ്ങളെ ഏൽപ്പിച്ചതും നിങ്ങളോട് പറഞ്ഞതും നിങ്ങളോട് കൽപ്പിച്ചതും നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയായി വന്ന അതിന്റെ മറ്റൊരു പാർട്ടിനെ, മറ്റൊരു ഭാഗത്തെ, മറ്റു പലതിനെയും നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുകയാണോ? അതാണല്ലോ ഇപ്പൊ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് എത്ര കൃത്യമായിട്ട് ഖുർആൻ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നു, അതിന്റെ സുതാര്യതയും അതിന്റെ സൂക്ഷ്മതയും. അത് കൈവിട്ട് കളഞ്ഞ ഒരുപാട് പള്ളി പരിപാലകരെയും ഒരുപാട് സ്ഥാപന മേധാവികളെയും ഒരുപാട് സംഘടന മുകളിൽ നിൽക്കുന്നവരെയും ഒരുപാട് വഖഫുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെയും ഒരു ചിത്രമാണ് നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചയിൽ പറഞ്ഞത്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിയമമുണ്ടോ? അള്ളാഹ് ചോദിക്കാം, ആ നിയമത്തിൽ എന്താ നിങ്ങൾ വിശ്വാസം അർപ്പിക്കാത്തത്? വഅഖീമുസ്സലാ എന്ന് പറഞ്ഞ അതെ ആ നിയമം നിങ്ങൾ നമസ്കാരത്തിന് വരുന്നത് പോലെ, പള്ളിയോട് നിങ്ങൾ കാണിക്കുന്നത് പോലെ, പള്ളിയെ പരിപാലിക്കുന്നത് പോലെ, എന്റെ സാമ്പത്തിക രംഗത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥം പറഞ്ഞതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത്? എന്റെ വസ്ത്രദാന രംഗത്ത് നിങ്ങൾക്ക് അല്ലാഹു തആല പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ഇണകളിൽ, നിങ്ങളിൽ ബന്ധപ്പെട്ടവരുമായി നിങ്ങൾക്ക് എന്തേ അത് നിഷ്കർഷിക്കാൻ കഴിയാത്തത്? അതൊക്കെ നിങ്ങൾക്ക് അവിശ്വാസത്തിന്റെ ഭാഗമാണല്ലേ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, അതുകൊണ്ടുള്ള ഒരു തകരാർ ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും, അത് അവർക്കൊരു പ്രതിഫലം പ്രതീക്ഷിക്കാനില്ലട്ടോ. അവർ നമസ്കരിച്ചതിന്റെ പേരിൽ ഒരു പ്രതിഫലം കൊടുക്കാൻ പറ്റുമോ? സാമ്പത്തിക രംഗത്ത് വിശുദ്ധി ഇല്ലാതെ അവര് അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മുടെ മുന്നിൽ വെക്കുന്ന കാര്യങ്ങളിൽ ശരിയായി വിശ്വാസം അർപ്പിച്ച് നമ്മൾ ആ തലത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, സക്കാത്ത് കൊടുക്കാൻ സമ്പത്തില്ലാത്തവൻ സക്കാത്ത് കൊടുക്കണ്ട, അത് വേറെ വിഷയം. ഹജ്ജിന് പോകാൻ സമ്പത്തില്ലാത്തവൻ ഹജ്ജിന് പോകണ്ട, അത് വേറെ വിഷയം. അതിന്റെ പേരിൽ അവർ നിസ്കരിച്ചിട്ട് പ്രതിഫലം കിട്ടൂല എന്നല്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് എടുക്കാൻ കഴിയുന്നത്, നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത്, നമ്മുടെ മക്കളുടെ വസ്ത്രധാരണ രീതി അത് ഇസ്ലാം നിഷ്കർഷിച്ചത് പോലെ ആക്കാലോ. അതിന് സാമ്പത്തിക ചെലവില്ലല്ലോ. മക്കൾക്ക് നാണം മറക്കാൻ നമ്മൾ വസ്ത്രം വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം നിശ്ചയിച്ച ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വസ്ത്രം വാങ്ങി കൊടുത്താൽ മതിയല്ലോ. അതാണ് അവർക്ക് തീർച്ചയായും ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം കിട്ടുകയില്ലട്ടോ. അല്ലാഹ് പറയണേ, തീർച്ചയായും ഇല്ലാ ഖിദിയുൻ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ അവർക്ക് നിന്ദയല്ലാതെ മറ്റൊന്നുമില്ല. ഒരു സെക്കൻഡ് ഞാനും നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഞാനും ഇതിന് ഉത്തരവാദിയല്ലേ? ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് ചോർന്നു പോകുന്നതിൽ ഞാനും ഉത്തരവാദിയല്ലേ? നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിയല്ലേ? അള്ളാന്റെ ഗ്രന്ഥം നമ്മുടെ മുന്നിൽ പറഞ്ഞ് ചിലതിൽ നമ്മൾ വിശ്വസിക്കുകയും ചിലതിൽ നമ്മൾ അവിശ്വസിക്കുകയും ചെയ്തിട്ട്
ഈ ഉമ്മത്തിന് ഇസ്സത്ത് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം അള്ളാഹ് പറയണേ, അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ദുനിയാവിൽ ഫിൽ ഹയാത്തി ദുനിയ, ഈ ഐഹിക ലോകത്ത് നിന്ദ്യതയല്ലാതെ അവർക്ക് ലഭിക്കൂല എന്ന് അള്ളാഹ് പറഞ്ഞ പിന്നെ നിന്ദ്യതല്ലാതെ കിട്ടുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് അവലാതിയും വ്യവലാതിയും പറയുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളറകൾ മുഴുവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് വിശ്വാസം അർപ്പിച്ച് കഴിവിൻ പരമാവധി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വരണം. എന്ന് ഖുർആൻ പറഞ്ഞ ആ സമ്പൂർണമായ സമർപ്പണത്തിന്, ആ സമ്പൂർണമായ സമാധാനത്തിന്റെ സന്ദേശത്തിലേക്ക്, ഇസ്ലാമാകുന്ന ഈ ദീനിലേക്ക് പൂർണ്ണമായി കടന്നു വരണം. എന്നിട്ട് ഖുർആൻ വീണ്ടും പറഞ്ഞു, തീർച്ചയായും അതിന്റെ രണ്ടാമത്തെ ഭാഗം ഒന്ന് ഈ ദുനിയാവിന്റെ നിന്ദ്യതയാണ്, അത് ഖുർആനിന്റെ മുന്നറിയിപ്പാണ്. രണ്ടാമത് ഖുർആനിന്റെ താക്കീത്, വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അസദ്ദിൽ അദാബ്, ഇനി മരണാനന്തരം അസദ്ദിൽ അദാബ്, ശിക്ഷയുടെ ഏറ്റവും കാഠിന്യത്തിലേക്ക് അവർ മടക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു പ്രതീക്ഷയ്ക്കും വകയുള്ള ഒരു ദീനല്ലോ ഞാനും നിങ്ങളും സ്വീകരിക്കുന്ന ഈ ഭാഗികമായ ദീൻ. പ്രതീക്ഷയ്ക്ക് വക വേണോ? നമുക്ക് സാധ്യമാകുന്ന അത്ര സാധ്യമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ ദീനിന് നമ്മൾ ഉത്തരം ചെയ്തുകൊണ്ട്, വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ എന്ന് ഖുർആൻ പറഞ്ഞ ശൈത്വാനിയത്തിന്റെ മാർഗത്തെ നമ്മൾ പിൻപറ്റാതെ അള്ളാഹുവിന്റെ മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിലേ ദുനിയാവില് ഒരു ഇസ്സത്തിന് അള്ളാഹു തആല തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സാധ്യതയുള്ളൂ. പാരത്രിക ലോകത്ത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ, ശിക്ഷയിൽ നിന്നുള്ള രക്ഷയുടെ പ്രതീക്ഷ നമുക്കുണ്ടാകണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ. ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് തീർച്ചയായും പറഞ്ഞു, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങളിൽ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധവാനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആയത്ത് അവസാനിപ്പിച്ച അങ്ങനെ ഉണ്ടാ, അള്ളാഹ് അശ്രദ്ധവാനല്ല എന്നല്ല, അള്ളാഹ് അശ്രദ്ധവാനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതിന് അള്ളാഹു തആല സാക്ഷിയാണ്, അവനൊരിക്കലും അശ്രദ്ധനല്ല. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു തആല വീണ്ടും പറഞ്ഞു, ഉലൈകല്ലദീന ഇസ്തറഉൽ ഹയാത്ത ദുനിയ ബിൽ ആഖിറ, തീർച്ചയായും അവർ ഈ ഐഹിക ലോകത്തെ അവർ വിലക്ക് വാങ്ങിയത് പരലോകം അങ്ങോട്ട് കൊടുത്തിട്ടാണ്. പരലോകം അങ്ങോട്ട് പകരം കൊടുത്തിട്ട് ദുനിയാവിന് ഇങ്ങോട്ട് വിലക്ക് വാങ്ങുക. അങ്ങനെയാണ് അവർ തെറ്റിപ്പോയത്, അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലാ യുഖഫഫു അൻഹുൽ അദാബ്, അവർക്ക് ശിക്ഷ ഒരിക്കലും ലഘൂകരിക്കപ്പെടുകയില്ല. വലാഹും യുൻസറൂൻ, ഒരു സഹായിയും അവർക്കായിട്ട് വരപ്പെടുകയുമില്ല. ഞാൻ ഈ രണ്ടായത്ത് സൂറത്തുൽ ബഖറയിലെ തന്നെയാണ് ഈ 285-86 ആയത്ത്. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മൾ പല വിഷയങ്ങളും പറയും. ഈ പറയുന്ന വിഷയങ്ങൾ നമുക്കുള്ളതാണ്. ആ പറയുന്ന വിഷയങ്ങൾക്ക് പരമാവധി ഉത്തരം ചെയ്ത് ജീവിക്കേണ്ടത് വിശ്വാസികൾ എന്ന് പറയുന്ന ഞാനും നിങ്ങളുമാണ്. അത് അങ്ങനെ പൂർണ്ണമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട് എന്നൊന്ന് ഉറപ്പാക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ഉത്ബോധനം നിങ്ങളോട് നടത്തുന്നത്. എന്നോട് നടത്തുന്ന ഒന്നാമതായിട്ട്, ഒപ്പം നിങ്ങളെ കൂടി കേൾപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്ന ഓരോ വിഷയങ്ങളെയും നമ്മൾ എത്ര കണ്ട് സ്വീകരിക്കുന്നു, നമ്മൾ എത്ര കണ്ട് അതിന് ഉത്തരം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു, നമ്മൾ എത്ര കണ്ട് ഇസ്ലാമിലേക്ക് മുഴുകി പ്രവേശിക്കാൻ, അതിൻ്റെ ഉള്ളറകളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. അതിനനുസൃതമായ ഉചിതമായ അവനവന്റെ പരലോക രക്ഷയ്ക്കും അതോടൊപ്പം ദുനിയാവിൽ നമുക്ക് ഇസ്സത്തോടുകൂടി ഈ ദീനിനെ സ്വീകരിച്ച നമുക്ക് ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള അള്ളാഹുവിന്റെ ഇടപെടലിനും വേണ്ടിയുള്ള ഒരു സമൂഹമാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ കുടുംബത്തെ നമ്മൾ ഒപ്പം കൂട്ടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയാം വണ്ണം ഗൗരവത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മുടെ ഇരു കൂട്ടരെയും അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم.
ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അവൻ്റെ വിധിവിലക്കുകളും ശരിയാവണ്ണം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ച് യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടാനുള്ള പരിശ്രമങ്ങളിൽ എപ്പോഴും നമ്മൾ ഓരോരുത്തരും മുഴുകണം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സ്വഹാബാക്കൾ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അവതീർണമായാൽ അത് ജീവിതത്തിൽ ഉത്തരം ചെയ്യാൻ, അതിലേക്ക് മുഴുകി പൂർണ്ണമായി പ്രവേശിക്കാൻ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ വായിക്കാം, ചരിത്രത്തിൽ വായിക്കാം. കാരണം അവരുടെ സാഹചര്യം അത്രയും മോശമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ അന്നൂർ 24-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ വചനത്തിൽ ഖുർആൻ പറഞ്ഞു, വക്കുൽ, പ്രവാചകരെ അങ്ങ് പറയുക, ലിൽ മുഅ്മിനാത്തി, വിശ്വാസിനികളായിട്ടുള്ള പെണ്ണുങ്ങളോടാണ് പറയേണ്ടത്. പ്രവാചകന്റെ സ്വഹാബി വനിതകളോടാണ് പറയേണ്ടത്. എന്താണ് പറയേണ്ടത്? യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന, അവർ അവരുടെ കണ്ണുകൾ ചിമ്മട്ടെ. അന്യപുരുഷന്മാരെ കാണുമ്പോൾ അവർ അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. വയഹ്ഫദന ഫുറൂജഹുന്ന, അവരുടെ ചാരിത്രത്തെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വലാ യുബ്ദീന സീനതഹുന്ന, അവർ അവരുടെ അലങ്കാരങ്ങളെ പ്രദർശിപ്പിക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഇല്ലാ മാ ലഹറ മിൻഹ, ഐഡന്റിറ്റിക്ക് വേണ്ടിയുള്ളതൊഴികെ. അതാണ് ഇല്ലാ മാ ലഹറ മിൻഹ എന്ന് പറഞ്ഞാൽ. ആരാണ് പോകുന്നത് എന്ന് മനസ്സിലാകാനുള്ള മുഖവും മുൻകൈയും എന്ന് നമ്മൾ പറയാറുള്ള അതാണ് ഇല്ലാ മാ ലഹറ മിൻഹ. അതൊഴികെ ബാക്കി ഒരു സ്ത്രീയിൽ പരപുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക് നോക്കാൻ, ആസ്വദിക്കാൻ ഇടവരുന്ന എല്ലാം അവർ മറച്ചു കൊള്ളട്ടെ, അവർ അത് വെളിവാക്കാതിരുന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വലിയദ്രിബന ബിഖുംരിഹിന്ന, അവരുടെ മുഖമക്കരകൾ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ, അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിടങ്ങളിലേക്ക്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബൂലതിഹിന്ന, അവരുടെ അലങ്കാരങ്ങൾ അവരുടെ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ അവൾ വെളിവാക്കുകയും ചെയ്യരുത് എന്ന് പ്രവാചകരെ അങ്ങ് മുഅ്മിനാത്തുകളായിട്ടുള്ള സ്ത്രീകളോട് പറയുക എന്ന് ഖുർആനായത്ത് ഇറങ്ങി. ഹദീസിൽ നമുക്ക് കാണാം, സ്വഹാബി വനിതകൾ പറയുന്നു, ഇതൊരു ഇസ്രായിന്റെ സമയത്താണ് പ്രവാചകൻ ഞങ്ങൾ ഓതി കേൾപ്പിച്ചത്. ഇസ്രായിന്റെ സമയത്ത്, ഇസ്രായിന് ഞങ്ങൾ സാധാരണ വരുന്ന പോലെയാണ് വന്നേക്കുന്നത്. ഓരോരോ ആയത്തുകൾ ഇറങ്ങുകയാണ്. ഇശാഇന്റെ സമയത്ത് ഈ ആയത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ കേൾപ്പിച്ചു. അപ്പൊ സുബ്ഹിക്ക് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോണെങ്കിൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ഞങ്ങളുടെ മാറിടങ്ങളിലേക്ക് താഴ്ത്തിയിടുന്ന വിധത്തിൽ ഞങ്ങളുടെ മുഖമക്കരകളെല്ലാം ധരിച്ച് ഞങ്ങളുടെ സൗന്ദര്യം വേറെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം പോകാൻ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾക്ക് അത്തരം ഒരു വസ്ത്രത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കുക പോലും കഴിയാത്ത ഒരു കാലത്ത് നാളെ സുബ്ഹി ജമാഅത്തിന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭവനത്തിലേക്ക് പോകണമെങ്കിൽ ഈ ആയത്തിനെ ഞങ്ങൾ പ്രായോഗികമാക്കിയിട്ട് വേണമല്ലോ, പ്രാവർത്തികമാക്കിയിട്ട് വേണമല്ലോ പോകാൻ. എന്ത് ചെയ്യുമെന്ന് ആ രാത്രി ഞങ്ങൾ ആലോചിച്ച് ഞങ്ങളുടെ പുതപ്പിന്റെ കഷ്ണങ്ങളും ഞങ്ങൾ കിടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ തലയിൽ തലവെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന തലയിണ എന്നൊക്കെ നമ്മൾ പറയുന്ന അവരുപയോഗിച്ചിരുന്നതിന്റെ കഷ്ണങ്ങളും വലിച്ചു കീറി അതൊന്ന് തുന്നിച്ചേർക്കാൻ വേണ്ടി നൂലും സൂചിയുമില്ലാത്ത അത്രയും ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഞങ്ങൾ കാരമുള്ളു പോലെയുള്ള ഒരു മുള്ള്, മദീനത്ത് സുലഭമായിരുന്ന ഒരു മുള്ളെടുത്ത് ഞങ്ങൾ അത് ഇങ്ങനെ കുത്തി തുന്നിയിട്ടാണ് സുബ്ഹി നമസ്കാരത്തിന് ഞങ്ങൾ പള്ളിയിൽ പോയത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ചരിത്രത്തിൽ കാണാം. അത് പറയുന്നത് എന്നാണ് ആ പദം ഉപയോഗിച്ചത്. അവരുടെ തലയിൽ ദൂരെ നിന്ന് നോക്കിയാൽ കാക്കകൾ വന്നിരിക്കുന്നത് പോലെ.
ഈ ചുള്ളിയും കൊമ്പൊക്കെ കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് അകലെന്ന് നോക്കിയാൽ മുഅ്മിനാത്തുകളായിട്ടുള്ള സഹാബി വനിതകൾ അവർ നമസ്കരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയാൽ അവരുടെ തലയിൽ കാക്കകൾ വന്നിരിക്കുന്നത് പോലെ അത്രയും നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ സീനത്തുമായിട്ട് അലങ്കാരവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രൂപത്തിലാണ് ആദ്യകാലത്ത് ഈ വസ്ത്രധാരണ രീതിയെ അവർക്ക് സ്വീകരിക്കേണ്ടി വന്നത് എന്ന് അവർ രേഖപ്പെടുത്തുന്നത്. ഇനി നമ്മൾ നമ്മളെ മക്കളിലേക്ക് വരാം. നമ്മളെ മക്കൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല, വാങ്ങി കൊടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മുടെ മക്കള് ഏതവസ്ഥയിൽ പോകുന്നു? ഖുർആൻ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെ ചില ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിലും പറയേണ്ടി വരും. നമ്മൾ സ്വീകരിച്ച ദീൻ എവിടെ നിൽക്കുന്നു? സ്വഹാബ വനിതകളും സ്വഹാബാക്കളും സ്വീകരിച്ച ദീൻ എവിടെ നിൽക്കുന്നു? നമ്മുടെ ഈമാൻ എന്ന് പറയുന്നതും നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഇസ്ലാമും നമ്മുടെ ജീവിതത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ട്, ഏതൊക്കെ ഭാഗങ്ങളിൽ ഇല്ലാതെ പോകുന്നു എന്നൊന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ പ്രത്യേകിച്ച് വസ്ത്രധാരണ രീതി ഞാൻ പറയേണ്ടി വരുന്നത്. പള്ളിയിലേക്ക് ഒരുപാട് സഹോദരിമാർ വരുന്നുണ്ട്. അത് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാകാം, വ്യത്യസ്ത കലാലയങ്ങളിൽ നിന്നാകാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, വസ്ത്രധാരണ രീതിയുടെ വിഷയത്തിൽ ഇപ്പൊ എന്താ ഉണ്ടാകുക? ഞാൻ നേരത്തെ പറഞ്ഞേ, പള്ളിയിൽ പോകാത്ത ആള് അവരെ ചൂണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകണവർ പറയും, തൊട്ടടുത്ത് പള്ളി ഉണ്ടായിട്ട് പോലും വെള്ളിയാഴ്ച പോലും അവള് പള്ളിയിൽ പോകാറില്ല എന്ന് പറയും. പള്ളിയിലേക്ക് പറഞ്ഞിട്ട് വന്ന പെണ്ണുങ്ങൾ എന്ത് പറയും? വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിട്ട് പോലും അവള് വന്നൊരു കോലം കണ്ടില്ലേ എന്ന് പറയും. അല്ലെ, ഇതല്ലേ പറയാൻ പോണത്? പള്ളിയിൽ വന്ന് കുത്തുബ കേട്ടിട്ട് മാനസാന്തരം ഉണ്ടായ ഒരു സമൂഹം ഈ കേരളത്തിലുണ്ട് എന്നത് ഞാൻ മറന്നിട്ടല്ലോ പറയുന്നത്. സ്വാഭാവികമായും സമയമെടുത്ത് മാനസാന്തരമുണ്ടായ, മാറ്റമുണ്ടായ, അങ്ങേയറ്റം അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് ഉത്തരം ചെയ്ത് ജീവിച്ച ഒരുപാട് പേര് മിമ്പറുകളിൽ നിന്നുള്ള ഉപദേശങ്ങൾ കേട്ടിട്ട് മാറിയവരെ വിസ്മരിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ ഒരേ ഗേറ്റിലൂടെ കയറി വരികയാണ് ഈ പള്ളിയിലേക്ക്. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരായ ആളുകൾ വസ്ത്രധാരണ രീതിയുടെ വിഷയത്തിൽ കുറെ കൂടി നന്നാകേണ്ടതുണ്ട്. കുറച്ചുകൂടി അവർ അതവ് പാലിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരേ എൻട്രൻസിലൂടെ കടന്നു വരുമ്പോൾ അന്യപുരുഷന്മാരായിട്ടുള്ള ആളുകൾ പള്ളിയിലേക്ക് വരുന്നു, നമ്മളതിൻ്റെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് നമസ്കരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അവൻ്റെ ഇബാദത്തിന് വേണ്ടി അവൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി കുറച്ചുകൂടി മാന്യമായ വസ്ത്രധാരണ രീതിയിൽ വരേണ്ടതുണ്ട്. നമുക്ക് സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ട കൽപ്പനകളാണ് അല്ലാഹു തആല അവൻ്റെ ഖുർആനിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മാറിടങ്ങളിലേക്ക് നമ്മുടെ മുഖമക്കനുകളൊക്കെ ഇറക്കിയിടാൻ പരമാവധി ശ്രദ്ധിക്കണം. അങ്ങനെ ഇസ്ലാം പറയുന്ന, ഇസ്ലാം പഠിപ്പിക്കുന്ന, ഇസ്ലാം നിർദ്ദേശിക്കുന്ന, ഇസ്ലാം നിയമമാക്കിയിട്ടുള്ള ഓരോ രംഗവും കഴിവിൻ പരമാവധി സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് നമ്മൾ മുഴുകി പ്രവേശിച്ച് ദുനിയാവിലെ ഇസ്സത്തോടുകൂടിയും പരലോകത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലത്തിനും അർഹമായി തീരുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ കാർക്കശ്യത്തോടുകൂടി സ്വയം നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ഈമാനിനെ നമ്മൾ ഇറക്കി അത്തരമൊരു ഇസ്ലാമിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കും എന്ന് പ്രതിജ്ഞയെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ ഒപ്പം നമ്മുടെ കുടുംബത്തെയും നമ്മൾ കൈകൂട്ടി അവരുടെ കൈ പിടിച്ച് അവരെ കൂടി നമ്മൾ നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയാവണ്ണം കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം ചെയ്ത് ജീവിക്കാനുള്ള മഹാസൗഭാഗ്യവും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അല്ലാഹു തആല നമുക്ക് ഒരു കൂട്ടി തന്ന് അവൻ നമ്മളോട് പ്രത്യേകമായ കരുണ ചെയ്യുമാറാകട്ടെ. പല ആളുകളും വളരെ വലിയ പ്രയാസങ്ങളിലാണ്. കാരണം വിഷയങ്ങൾ പറയുന്നതിനനുസരിച്ച് നമ്മുടെ കുടുംബം നമ്മളോടൊപ്പം വരാത്തതിൻ്റെ വേദനകളുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അല്ലാഹു തആല അത്തരം ഒരു പരീക്ഷണത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കറിയാവുന്നതുപോലെ പലരും അറിഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ ഈ പള്ളിയുടെ മുത്തവല്ലി അഥവാ ഈ പള്ളി പണിത ഫൗണ്ടർ എൻ എം മുഹമ്മദ് കുട്ടി സാഹിബിൻ്റെ ജ്യേഷ്ഠൻ, ഏറ്റവും മൂത്ത ജ്യേഷ്ഠ സഹോദരൻ, ഓട്ടുപാറ വടക്കാഞ്ചേരി ഓട്ടുപാറയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഇന്നലെ മരണപ്പെട്ടു. ഇന്നലെ തന്നെ കബറടക്കം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ആ സഹോദരനെ ഓർക്കണം എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ മഅ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല ദീനിയായ സ്ഥാപനങ്ങളുടെയും ഒക്കെ തുടക്കക്കാരനായി ആ നാട്ടിൽ പ്രവർത്തിക്കുകയും ആ നാട്ടിൽ അതുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ.
എന്നാലും മനുഷ്യരാണ്, മനുഷ്യ സഹജമായി പല വീഴ്ചകളും ഉണ്ടാകും. അള്ളാഹു താല അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു താല പൂർണ്ണമായ മാഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാവിധ ആഫിയത്തും സിഹത്തും അള്ളാഹു താല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പൊന്നോമന മക്കളെ അള്ളാഹു താല ഈ ദീനിലേക്ക് ചേർത്ത് നിർത്തി നമ്മളോട് എല്ലാവരോടും പ്രത്യേകമായ കരുണയും അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ പ്രവർത്തനങ്ങൾ വലിയൊരു ആശ്വാസമായി നാളെ പാരത്രിക ലോകത്തേക്ക് അള്ളാഹു താല കൊണ്ടെത്തിച്ച് നമ്മളോട് അവൻ കരുണ ചെയ്യുമാറാകട്ടെ. വന്നു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു താല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീർമാനാകട്ടെ. പറയുന്ന ഓരോ കാര്യങ്ങളെയും അതിൻ്റെതായ ഗൗരവത്തോടെയും നമ്മളോടാണ്, ഓരോരുത്തരോടുമാണ് എന്ന കൃത്യമായ ബോധത്തോടും കൂടി ചിന്തിച്ച് ഏറ്റവും നല്ല ഒരു ഉത്തരം ചെയ്ത് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم إنا نتوكل على كل حالنا وعلى كل أمورنا لا حول ولا قوة إلا بالله عليك توكلنا وإليك ننيب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ادخل الجنة يا رب العالمين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم. ربنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين.